പത്തനംതിട്ട കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. സ്വന്തമായി ഒരു വാഹനം നിർമ്മിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. വാഹനമാകട്ടെ സൗരോർജ്ജത്തിലും പെട്രോളിലും ഓടും. സൗരോർജ്ജ പാനൽ, ബാറ്ററി, മോട്ടോർ, ഒരു പെട്രോൾ എഞ്ചിൻ, മ്യൂസിക് സിസ്റ്റം, മറ്റനുബന്ധ ഘടകങ്ങൾ ഇവയെല്ലാം കൃത്യമായി ഘടിപ്പിച്ചതാണ് പത്തനംതിട്ട കലഞ്ഞൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യന്റെ വാഹനം. മുൻപ് ആദിത്യനും കൂട്ടുകാരും സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് പോയപ്പോൾ കണ്ട ഒരു കാറിന്റെ മോഡലാണ് ഇത്തരത്തിലൊരു വാഹനം നിർമ്മിക്കുക എന്ന ചിന്തയ്ക്ക് പിന്നിൽ. തുടർന്ന് മനസ്സിൽ തോന്നിയ ആശയം സ്കൂളിലെ ടീച്ചർമാരോട് അവതരിപ്പിച്ചു. അവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. പണ്ട് ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാം കൂടി സബ് ജില്ലാ മത്സരത്തിന് പോയായിരുന്നു. അവിടെ നിന്ന് ഒരു സ്റ്റീൽ മോഡൽ കാറ് കണ്ടു. അന്ന് തോന്നിയ ആശയം പിന്നെ 9ാം ക്ലാസ് അപ്പോൾ ഞങ്ങളുടെ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ് പ്ലാനൊക്കെ ഏകദേശം വരയ്ക്കും, അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന്. എഞ്ചിനി പണിയണമെന്നായിരുന്നു ആഗ്രഹം, അതേപോലെ ചെയ്തു. പിന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ സോളാറും കൂടി ഫിറ്റ് ചെയ്തു. അങ്ങനെ ഒരു വർഷം എടുത്ത് ഈ വണ്ടി റെഡിയാക്കി. അന്ന് ഇത് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. ഗീതാദേവി ടീച്ചറും മിനി ടീച്ചറുമാണ് എന്നെ സഹായിച്ചത്. പിന്നെ എൻ്റെ കൂടെയുള്ള സഹപാഠികൾ, അധ്യാപകരും കൂട്ടുകാരും, 2 വീലർ മെക്കാനിക്കായ അച്ഛൻ പ്രകാശും എല്ലാ സഹായങ്ങളുമായി ആദിത്യനൊപ്പം നിന്നു. അവൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇതുപോലെ ഒരു വണ്ടി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അവൻ പറഞ്ഞ് അച്ഛന് പണിക്കൊക്കെ പോകണ്ടായിരുന്നു, വീട്ടിലെ കാര്യമൊക്കെ കാണാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് സാറ് പ്ലാനൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കൊടുത്ത് ചെയ്യിപ്പിച്ച വാഹനത്തിന്റെ നിർമ്മാണത്തിന് ഇതുവരെ 10,000-ഓളം രൂപ ചെലവായി. ബോഡിയും കവറിങ്ങും ഇനി നിർമ്മിക്കാനിരിക്കുന്നതേയുള്ളൂ. ആദ്യത്തിന് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലുണ്ട്. അതിനെല്ലാം പിന്തുണയുമായി അധ്യാപകരും രക്ഷകർത്താക്കളും കൂട്ടുകാരുമെല്ലാം ഒപ്പമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ്, അമൃത ന്യൂസ്.